ഇതിന് പിന്നാലെ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച് ഒളിവിലുള്ള സ്വർണ്ണക്കടത്ത് പ്രതി അർജുൻ ആയങ്കി തന്നോട് വിരട്ടലൊന്നും വേണ്ടെന്നും താൻ വളർന്ന പാർട്ടി വേറെയാണെന്നും കാട്ടിയാണ് ആഭ്യന്തരമന്ത്രിക്കെതിരെ ആയങ്കി പുതിയ പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം മൊബൈൽ ഫോൺ സുഹൃത്തുക്കൾക്ക് കൈമാറി പോലീസിനെ കബളിപ്പിക്കാനാണ് ആയങ്കിയുടെ ശ്രമം. അർജുൻ ആയങ്കിയുടെ സഹോദരനെ തൃശൂർ സിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ അർജുൻ ആയങ്കിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഊന്നുകൽ ഇൻസ്പെക്ടറെ വെല്ലുവിളിച്ച സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. താൻ കീഴടങ്ങാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും പോലീസ് തന്റെ സുഹൃത്തുക്കളെ വേട്ടയാടുകയാണെന്ന് ആരോപിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വെല്ലുവിളി. കഴിയുമെങ്കിൽ എന്നെ പിടികൂടൂ എന്ന് തുറന്നടിച്ച ആയങ്കി കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ ഇൻസ്പെക്ടർ BS ആദർശിന് അസഭ്യവർഷവും ഭീഷണിയും അടങ്ങിയ വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുക്കുകയും ഇത് സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഊന്നുകൽ പോലീസ് ആയങ്കിക്കെതിരെ കേസെടുത്തത്. അപ്പോൾ കീഴടങ്ങാൻ ഉദ്ദേശമുള്ള ഒരുത്തനാണ് നിങ്ങൾ അവൻ്റെ സുഹൃത്തുക്കളെ ലൊക്കേഷൻ നോക്കിയിട്ട് പോയിട്ട് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ നിന്റെ പേര് പറഞ്ഞപ്പോൾ നീ അടുത്ത CI ആണെന്നാണ്, ഊന്നുകൽ സ്റ്റേഷനിലെ CI ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. ഇനി അതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എനിക്ക് എന്നെ വന്ന് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കും. നീ ഇനി വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഏതായാലും ഹൈക്കോടതിയിൽ ഞാൻ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിനു മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. നേരത്തെ കോതമംഗലം ഇൻസ്പെക്ടർക്കെതിരെ ഭീഷണി മുഴക്കിയ കേസ് അന്വേഷിക്കുന്നതും ഊന്നുകൽ പോലീസാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ സംഘടിത കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ സുഹൃത്തിന്റെ വിവാഹത്തിനെത്തിയ അർജുൻ ആയങ്കിയെയും മറ്റ് പേരെയും കോതമംഗലം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയിരുന്നു. 21 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് പെൻഷൻ വാങ്ങി ശിഷ്ടകാലം ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് കാട്ടി കോതമംഗലം SHOയ്ക്കെതിരെ ഫേസ്ബുക്കിലൂടെ ഭീഷണിക്കുറിപ്പ് പങ്കുവച്ചത്. ഈ കേസിൽ ഹൈക്കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ഊന്നുകൽ ഇൻസ്പെക്ടറെ സമൂഹ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്കെതിരെയും പുതിയ പോസ്റ്റുമായി ആയങ്കി രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെ പ്രതി ചേർത്ത കോതമംഗലം കേസിനെക്കുറിച്ച് പുനരന്വേഷണം നടത്തണമെന്നും കള്ളക്കേസാണെന്ന് തെളിഞ്ഞാൽ CIക്കെതിരെ നടപടിയെടുക്കണമെന്നും അർജുൻ ആയങ്കി ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്താൽ ആഭ്യന്തരമന്ത്രിക്ക് ഒരു ഉമ്മ തരുമെന്നും പൊന്നാട അണിയിക്കുമെന്നും പറഞ്ഞ ആയങ്കി വെറുതെ വിരട്ടാൻ നോക്കണ്ടെന്നും കൂട്ടിച്ചേർത്തു. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും ഒരുപോലെ വെല്ലുവിളിച്ച് ഒളിവ് ജീവിതം നയിക്കുന്ന പ്രതിയെ പിടികൂടാൻ പോലീസ് സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ സൈബർ സെല്ലിനെയും പോലീസിനെയും തെറ്റിദ്ധരിപ്പിച്ച് ഒളിവിൽ കഴിയാനാണ് അർജുൻ ആയങ്കിയുടെ ശ്രമം. അന്വേഷണ സംഘത്തെ കളിപ്പിക്കുന്നതിനായി ഇയാൾ താൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ സുഹൃത്തുക്കൾക്ക് കൈമാറിയിരുന്നു. പ്രതിയുടെ അവസാന ലൊക്കേഷൻ എറണാകുളത്താണെന്ന് കണ്ടെത്തിയ പോലീസ് അവിടെ നിന്ന് ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച മറ്റ് 2 സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇതിനിടെ അർജുൻ പാലിയേക്കര ടോൾ പ്ലാസ കടക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. തുടർന്ന് അർജുന്റെ മൊബൈൽ ഫോണുമായി തൃശൂരിലേക്ക് കടക്കാൻ ശ്രമിച്ച അർജുൻ ആയങ്കിയുടെ സഹോദരൻ അഖിലിനെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തായ സ്ത്രീയെയും തൃശൂർ സിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും തൃശൂർ പോലീസ് ക്ലബിലെത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. തുടർച്ചയായി വെല്ലുവിളികൾ ഉയർത്തുന്ന പ്രതിയെ പിടികൂടുന്നതിനിടെ അടിയന്തര സാഹചര്യമുണ്ടായാൽ വെടിവെക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതി അക്രമ സ്വഭാവം കാണിക്കുകയോ എതിർക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ തോക്കുപയോഗിക്കാനാണ് തെരച്ചിൽ നടത്തുന്ന സംഘത്തിന് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ആലുവ റൂറൽ SP KS സുദർശൻ രൂപീകരിച്ച 10 അംഗ സ്ക്വാഡിന്റെ മേൽനോട്ട ചുമതല മൂവാറ്റുപുഴ DYSPക്കാണ്. ഊന്നുകൽ ഇൻസ്പെക്ടറും 2 SIമാരും പോലീസുകാരും അടങ്ങുന്ന സംഘം എറണാകുളം, തൃശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.